ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഈ ട്രെയിൻ കയറി എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യുന്നത് വെച്ചാൽ ഞാൻ നമ്മുടെ ശാർക്കര ദേവീക്ഷേത്രം വരെ പോവാണ്. ചിറയൻകീഴാണ്. എനിക്ക് ട്രെയിനിൽ പോകുന്നതാണ് എളുപ്പം. സത്യം പറഞ്ഞാൽ ഇത് ഞാനന്ന് നമ്മുടെ പാൽക്കുളങ്ങര ഊരൂട്ട് പൊങ്കാല നടന്നില്ലേ, അന്നേ ദിവസമായിരുന്നു ഞാനിവിടെ എത്തിയത്. അന്ന് എടുത്ത വീഡിയോ ആണ്, ഇടുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. അപ്പം ഇവിടെ കാളിയൂട്ട് ഉത്സവം നടക്കുകയായിരുന്നു. അപ്പോൾ കാളിയൂട്ടിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ചടങ്ങായിട്ടുള്ള മുടിയൊഴിച്ചിൽ കാണാനാണ് ഞാൻ വന്നത്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളൊരു ദേവീക്ഷേത്രമാണ് ശാർക്കര ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. ഈ കാളിയൂട്ട് ചടങ്ങ് ഇവിടെ ആദ്യമായിട്ട് സമർപ്പിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണെന്നാണ് വിശ്വാസം. അപ്പം അന്ന് മുതൽ ഇന്നേ വരെ ഈ ചടങ്ങ് ഇവിടെ മുടങ്ങിയിട്ടില്ല. എല്ലാ വർഷവും കാളിയൂട്ട് ചടങ്ങ് ഇവിടെ നടക്കാറുണ്ട്. കുംഭമാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് നിലത്തിൽ പോര് നടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ബാക്കി ചടങ്ങുകളൊക്കെ. അപ്പം മുടിയൊഴിച്ചിൽ എന്ന് വെച്ചാൽ ദേവി പറ സ്വീകരിക്കുന്നതാണ്. അതിനേക്കാൾ ഉപരി ദേവി ദാരികനെ തിരിഞ്ഞ് രണ്ട് ദിക്കുകളിലായിട്ട് പോകുന്നതിനാണ് ഈ മുടിയൊഴിച്ചിൽ ചടങ്ങിൻ്റെ ഐതിഹ്യം പറയുന്നത്. അപ്പം ഈ പോകുന്ന വഴിക്കെല്ലാം ദേവി പറ സ്വീകരിച്ചാണ് പോകുന്നത്. ഇവിടെ രണ്ട് മുടിയുണ്ട്. അപ്പോൾ രണ്ട് മുടി രണ്ട് ദിക്കുകളിലേക്കായിട്ട് പോകും. അപ്പം തെക്കേ നട വഴി ഈ മുടിയെടുക്കുന്ന ആൾക്കാർ വന്ന് കിഴക്കോട്ട് അഭിമുഖമായിട്ട് വന്ന് നിന്ന് മുടിയേറ്റി രണ്ട് ദിക്കിലായിട്ട് തിരിയുമ്പോഴാണ് പിന്നീട് അവിടെ തൊട്ട് പറയെടുത്ത് സ്വീകരിച്ച് വരുന്നത്. ഈ പറയെടുപ്പിനിടയ്ക്ക് ദേവി ആ നെല്ല് ഭക്തർക്കായിട്ട് വീശി എറിയും. ആ എറിയുന്ന നെല്ല് എത്രത്തോളം പിടിക്കുന്ന അത്രത്തോളം ഐശ്വര്യം ഭക്തർക്ക് ഒരു വർഷക്കാലം ഉണ്ടാവുമെന്നാണ് വിശ്വാസമല്ല, സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ശക്തിയുള്ള ദേവിയാണ് ശാർക്കര ദേവി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭക്തജന തിരക്കാണ്. ഈ മുടിയൊഴിച്ചിൽ വരാത്ത ഇടങ്ങളിലുള്ള ഭക്തരെല്ലാം ഇവിടെ വന്നാണ് പറയിടുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. പിന്നീട് ഈ മുടിയൊഴിച്ചിലിനിടെ ഞാനും പോയി പറയൊക്കെ പിടിച്ച് ആ നെല്ലൊക്കെ പിടിച്ച് പിന്നെ ദേവിയെ കയറി കണ്ട് തൊഴുത് തിരിച്ചുപോയി. അപ്പം വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.